വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമായിരിക്കുന്നു. 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 36,230 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗംഗ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് റോഡ് പദ്ധതികളിൽ ഒന്നുമാണ്. 8 വരികളായി വികസിപ്പിക്കാവുന്ന 6 വരി ആക്സസ് നിയന്ത്രിത ഇടനാഴി മീററ്റിനെ 12 ജില്ലകളിലായി പ്രയാഗ്രാജുമായി ബന്ധിപ്പിക്കുന്നു. ഒരു റോഡായി മാത്രമല്ല, ഒരു വ്യാവസായിക ലോജിസ്റ്റിക്സ് വികസന ഇടനാഴിയായും ഇത് പ്രവർത്തിക്കും. ഉത്തർപ്രദേശിന്റെ വളർച്ച ഇനി ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5.5 വർഷക്കാലമായി ഉത്തർപ്രദേശിൽ റോഡ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അഭൂതപൂർവമായ പ്രവർത്തനങ്ങളാണ് നടന്നത്. 2017 വരെ സംസ്ഥാനത്ത് 2 എക്സ്പ്രസ് വേകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 6 എക്സ്പ്രസ് വേകൾ സംസ്ഥാനത്തുണ്ട്. ഉത്തർപ്രദേശിന്റെ വികസനത്തിന് വഴിവെക്കുന്ന വൻ വികസന പദ്ധതിയുടെ ഭാഗമായി അദാനി ഗ്രൂപ്പ് മീററ്റിനെയും പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗംഗ എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് പാതയായി മാറുമ്പോൾ അത് അദാനി ഗ്രൂപ്പിനും ക്രെഡിറ്റ് ആകുന്നു. 594 കിലോമീറ്റർ നീളമുള്ള ഈ ബൃഹത് പദ്ധതി 36,000 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഈ പാതയുടെ ഏകദേശം 80% ഭാഗവും അദാനി ഗ്രൂപ്പാണ് നിർമ്മിച്ചത്. ബാക്കി ഭാഗം IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ഏറ്റെടുത്തിരുന്നു. കേവലം 3 വർഷവും 3 മാസവും എന്ന റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയം. ഗംഗ എക്സ്പ്രസ് വേയുടെ 4 ഭാഗങ്ങളിൽ 3 അദാനി ഗ്രൂപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത്. 594 കിലോമീറ്ററിൽ 464 കിലോമീറ്റർ റോഡും കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഗതാഗത നാഴികക്കല്ല് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഉൽപാദനം, ലോജിസ്റ്റിക്സ്, റിയൽ എസ്റ്റേറ്റ്, കൃഷി, ടൂറിസം എന്നിവയെ ഒരേ സമയം എങ്ങനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു പരീക്ഷണ ഉദാഹരണമാണ്. ഉത്തർപ്രദേശിലുടനീളം കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും മേഖലയിൽ ഉടനീളമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുമായി രൂപകൽപ്പന ചെയ്ത ഈ എക്സ്പ്രസ് വേ വ്യാവസായിക വളർച്ച, ലോജിസ്റ്റിക്സ്, ടൂറിസം എന്നിവയ്ക്ക് ഒരു മുതൽക്കൂട്ടാകും. ഈ എക്സ്പ്രസ് വേ വരുന്നതോടെ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള യാത്രാസമയം 11 മണിക്കൂറിൽ നിന്ന് വെറും 6 മണിക്കൂറായി കുറയും. ഇത് യാത്രാസമയം പകുതിയോളം ലാഭിക്കാൻ സഹായിക്കുന്നതിനൊപ്പം 30% ഇന്ധന ലാഭവും ഉറപ്പാക്കുന്നു. 6 വരി പാതയായി നിർമ്മിക്കുന്ന ഈ പാത ഭാവിയിൽ 8 വരിയാക്കി മാറ്റാനുള്ള സൗകര്യത്തോടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 12 ജില്ലകളിലൂടെയും 519 ഗ്രാമങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ പാത ഏകദേശം 8 കോടി ജനങ്ങൾക്ക് ഗുണകരമാകും. വ്യവസായ വളർച്ച ലക്ഷ്യമിട്ട് പാത കടന്നുപോകുന്ന 12 ജില്ലകളിലും 11 വ്യവസായ ഇടനാഴികൾ സ്ഥാപിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ പദ്ധതിയിടുന്നത്. മൊത്തം ചെലവ് 36,000 കോടി രൂപ കവിയുന്ന പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ, രാജ്യത്തെ ഏറ്റവും വലിയ ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ റോഡ്. 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് വേ അദാനി വികസിപ്പിച്ചത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ്. പ്രധാന ഭാഗമായി 464 കിലോമീറ്ററാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ അദാനി റോഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് വികസിപ്പിച്ചത്. മൊത്തം ഭാഗത്തിന്റെ ഏകദേശം 80%. ശേഷിക്കുന്ന 130 കിലോമീറ്ററാണ് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർമാർ വികസിപ്പിച്ചത്. ഇന്ത്യയിലുടനീളം ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഗംഗ എക്സ്പ്രസ് നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ നിലവിൽ GDPയുടെ ഏകദേശം 14%. ഇത് വികസിത സമ്പദ് വ്യവസ്ഥകളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ജർമ്മനി എന്നിവയേക്കാൾ വളരെ കൂടുതലാണ്. ഹൈവേകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഈ ചെലവുകൾ കുറയ്ക്കാനും ചരക്കുകളുടെ വേഗമേറിയതും കാര്യക്ഷമവുമായ ചലനം ഉറപ്പാക്കാനും ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. 437 അണ്ടർപാസുകൾ, 21 ഫ്ലൈ ഓവറുകൾ, 76 ചെറിയ പാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഗംഗ എക്സ്പ്രസ് വേ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ഭൂനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ സൗകര്യത്തിനായി അത്യാധുനിക സംവിധാനങ്ങൾ പാതയിലുണ്ട്. ഓരോ വശത്തും 20 EV ചാർജിംഗ് സ്റ്റേഷനുകൾ, ഭക്ഷണശാലകൾ, പെട്രോൾ പമ്പുകൾ, ട്രക്ക് ഡ്രൈവർമാർക്കുള്ള പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമാകും. സുരക്ഷ ഉറപ്പാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ക്യാമറകളും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ട്രോമ സെന്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിൽ ലക്ഷക്കണക്കിന് മരങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.